വരൂ സാറേ. സാറേ, എന്താ പ്രശ്നം? എന്തിനു വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു അർജന്റ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞത്? എടോ പോലീസേ, എന്റെ മോളെ 24 മണിക്കൂറായിട്ട് കാണാനില്ല. ദേ ഇവന്റെ കൂടെയാണ് പോയത്. എടാ എന്റെ മോളെ എവിടെയാ കൊണ്ടാക്കിക്കണത്? സർ, ഞാൻ പബ്ബിലാണ് ഡ്രോപ്പ് ചെയ്തത്, അത്രേ എനിക്കറിയൂ. സാർ, നമ്മുടെ പിള്ളേര് ആ പബ്ബില് CCTV എല്ലാം തന്നെ ചെക്ക് ചെയ്തു. നമുക്കറിയാത്ത ആരമാണ് കടത്തിക്കൂട്ട് പോയിരിക്കുന്നത്. എന്താ സാറേ ഈ കാര്യം എന്താ ആദ്യം തന്നെ എന്നോട് പറയാത്തത്? എടോ ഈ കാര്യം പുറത്തറിഞ്ഞാലേ നാറ്റ കേസാ. ഓപ്പോസിറ്റ് പാർട്ടി അറിഞ്ഞാലേ ആഘോഷിക്കും. സാറേ, നമ്മൾ ഈ കേസിനെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ചിലപ്പോ ഇതിന്റെ പുറകെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകോ? അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അടുത്ത 24 മണിക്കൂറിനുള്ളില് നിങ്ങൾ എന്റെ മകളെ കണ്ടുപിടിച്ചേ പറ്റൂ. ഷുവർ സാറേ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ടീമുണ്ട്. മീഡിയക്ക് ഈ കാര്യം അറിയാനേ പാടില്ല. സാറേ, ഇലക്ഷൻ വരാൻ പോന്നു. ഓപ്പോസിറ്റ് പാർട്ടി എന്ത് ഗെയിം വേണമെങ്കിലും കളിക്കാം. സാറേ, അർജന്റായിട്ട് നമ്മൾ ഒരു കോൺഫിഡൻസ് മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് അൺഒഫീഷ്യലായിട്ട് സാറിന്റെ മകളെ ഞങ്ങൾ കണ്ടുപിടിച്ച് തരും. നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുക സാറേ. രാജേഷേ, പെട്ടെന്ന് ഓഫീസിലേക്ക് വന്നേ. എന്തിന്? നീ ചെയ്ത 2 കൊലപാതകവും എൻകൗണ്ടർ ലിസ്റ്റ് ചേർത്തിരിക്കുകയാണ്. നിനക്ക് പുതിയൊരു കേസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ ബർഗർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്ന് നിസ്സാരമായിട്ടങ്ങ് പറഞ്ഞല്ലോ. എടാ, നീ രഘുവരനെ പോലെ റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോ സന്താനത്തെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുക. വേഗം പുറപ്പെട്ട് വരാൻ നോക്ക്. അത് മാത്രമല്ല, ഒരു ഗുഡ് ന്യൂസും ഉണ്ട്. നിന്റെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണത്, വേഗം പുറപ്പെട്ടു വാ. ശരി. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും വരുത്തി ഈ മീറ്റിംഗിന് എതിരെ അറിഞ്ഞതെന്ന് അറിയോ? ഇന്നലെ വൈകുന്നേരം തൊട്ട് നമ്മുടെ MLA യുടെ മകളെ കാണാനില്ല. വി ഷുഡ് നോട്ട് അട്രാക്ട് എനി മീഡിയ അറ്റൻഷൻ. അതുകൊണ്ടാണ് ഈ സീക്രട്ട് മീറ്റിംഗ്. സാർ, ആ മിസ്സായ കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും ക്ലൂ കിട്ടിയിട്ടുണ്ടോ? സർ, ചെന്നൈയിലുള്ള സെക്സ് റാക്കറ്റ് ആണ് ഇതിനൊക്കെ പുറകില്. അതാണ് നമുക്ക് കിട്ടിയ ഒരേ ക്ലൂ. ഇന്നലെ വൈകുന്നേരം തൊട്ട് ടൗൺ പബ്ബിൽ നിന്നാണ് ഈ പെണ്ണിനെ കാണാതായത്. പക്ഷേ അവളെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല. ആ പബ്ബില് CCTV ഒക്കെ ചെക്ക് ചെയ്തിരുന്നോ? എന്താ കണ്ടത്? സർ, ഇന്നലെ രാത്രി പബ്ബിൽ നിന്ന് ഈ പെൺകുട്ടി ഒരു പയ്യന്റെ കൂടെ കാറിൽ കയറി പോകുന്നതായിട്ട് CCTV ഞാൻ കണ്ടു. ആ പയ്യൻ പെണ്ണുങ്ങളെ പൊക്കുന്ന കേസിൽ ഒരു അക്യൂസ്ഡ് ആണ്. സാർ, രാജേഷിനെ എന്റെ ടീമിലേക്ക് ചേർക്കാം. അത് ഈ കേസിന് ഉപകാരം ചെയ്യും. സർ, എനിക്കും അത് കൊള്ളാമെന്ന് തോന്നുന്നു. സാറേ, ആ രാജേഷ് ഒരു ഭ്രാന്തനാണ്. അവൻ യൂസ് ചെയ്യുന്ന ബുള്ളറ്റിന് പോലും കണക്ക് പറയില്ല. അവനെ ഈ ടീമിൽ ചേർക്കല്ലേ. അയാൾ കുറച്ച് റഫാണ്. ഉണ്ടെങ്കിൽ ഈ കേസിന് ഉപകാരം ചെയ്യും. സാർ, ഇയാൾ പറയുന്നത് പോലെ ഒന്നും അല്ല സാർ. രാജേഷ് ഒരു ഭ്രാന്തനാണ് സാറേ. അതാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്. രാജേഷ് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസറാണ്. സാറേ, ഞാൻ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ടീം നന്നായിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ ശരിയാക്കാൻ പറ്റൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. സാർ, അത് ഞാൻ നോക്കിക്കൊള്ളാം സാറേ. ഓക്കെ. നെൽസൺ, സർ. രാജേഷ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ അകത്ത് വരാൻ പറയൂ. ഓക്കെ സർ. ഏയ് രാജേഷ്, ഇവിടെ നിന്ന് തന്നെ വലിക്കണോടാ. ശരി, അതങ്ങോട്ട് ഡസ്റ്റ്ബിനിലേക്ക് ഇട്ടേക്ക്. എന്നെ അകത്തേക്ക് വിളിക്കുന്നു. സർ. രാജേഷ്, കൂടുതൽ തലവേദന തരാതെ ഈ കേസിനെ തീർക്കാൻ നോക്കുക. ഓക്കെ സർ. രാജേഷേ, മുഴുവൻ ഡിപ്പാർട്ട്മെന്റ് നിനക്ക് ഓപ്പോസിറ്റ് ആണ്. എന്റെ നെൽസന്റെ സപ്പോർട്ട് എപ്പോഴും നിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നിന്നെ വീണ്ടും ഈ ടീമിൽ ചേർത്തത്. മനസ്സിലായോ? അത്ര കഷ്ടപ്പെടുന്ന സാറേ എന്നെ ഡിപ്പാർട്ട്മെന്റ് വെച്ചിരിക്കുന്നേ. മാറ്റായിരുന്നില്ലേ? രാജേഷേ, നീ വിചാരിക്കണ പോലെയൊന്നുമല്ല. നിന്റെ അച്ഛൻ നല്ലൊരു പോലീസ് ഓഫീസറാണ്. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് എനിക്കൊരു സോഫ്റ്റ് കോർണർ. സർ, എൻ്റെ അച്ഛൻ മരിച്ചതിന് പകരം കിട്ടിയ ജോലിയൊന്നുമല്ല ഇത്. വളരെ കഷ്ടപ്പെട്ട് ഞാൻ നേടിയെടുത്തതാണ്. ഷൂട്ടിങ്ങിന് ഇതിനു വേണ്ടി പ്രത്യേക ട്രെയിനിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. പണി എന്തെന്ന് പറ സാറേ. ഡിപ്പാർട്ട്മെന്റിലെ ബുള്ളറ്റിന് ഒരു കണക്ക് വേണ്ട രാജേഷേ. രക്ഷപ്പെട്ടു പോകുന്ന അക്യൂസ്റ്റിനെ പിടിക്കുന്നതാണ് സാറേ എൻ്റെ ലക്ഷ്യം. സോ ഐ വിൽ ഡു ഇറ്റ്. ശരി, അതൊക്കെ പോട്ടെ. നമ്മളിപ്പോൾ എവിടുന്നാ തുടങ്ങണ്ടേന്ന് മാത്രം പറഞ്ഞാൽ മതി.
ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു എവിഡൻസ് ആ CCTV ഫുട്ടേജ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പയ്യന്റെ അഡ്രസ്സ് അത് കംപ്ലീറ്റ് ഫേക്കാ. അത് മതി സാറേ. ആ CCTV വീഡിയോയിൽ പെണ്ണെ തട്ടിക്കൊണ്ട് പോകുന്നിട്ട് കണ്ടത് അവനല്ലേ? അത് മതി. അവൻ എവിടെയുണ്ടെങ്കിലും അവനെ തേടി കണ്ടുപിടിച്ച് തീർത്ത് കളയും സാറേ. ഹലോ. ഹലോ രാജേഷേ. യെസ് സാർ. എന്ത് ചെയ്തോണ്ടിരിക്കുക? ഞാൻ ആ CCTV ഫുട്ടേജ് നോക്കിക്കൊണ്ടിരിക്കുന്നു സാർ. ആ പബ്ബില് ആ പെണ്ണിനെ ആരാ ഡ്രോപ്പ് ചെയ്ത് സാറേ? അത് ആ MLA യുടെ റിലേറ്റീവ് ആണ്. അത് ശരി. ആ MLA യുടെ മോനെ ചോദ്യം ചെയ്യണം. അതിനു വേണ്ടിയ കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യാന്നേ. ഞാനേ മേലുദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചോളാം. ശരി, എത്രയും പെട്ടെന്ന് മീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കെ. ഓക്കെ രാജേഷ്. അവനെ ഉറപ്പായിട്ടൊന്ന് കാണണം. ഷുവർ രാജേഷ്. നീ എവിടെ ഒളിച്ചാലും എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലടാ. ഉറപ്പായിട്ടും നിന്നെ ഞാൻ തേടി കണ്ടുപിടിച്ചിരിക്കും. ഗുഡ് മോർണിംഗ് അജയ്. ഗുഡ് മോർണിംഗ് സാർ. ടെൽ മീ. സാറേ, ആ കേസ് ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ പോകുന്നു? ഇൻവെസ്റ്റിഗേഷൻ കുഴപ്പമില്ലാണ്ട് പോണു സാറേ. ഓക്കേ, വാട്ട്സ് ദ മാറ്റർ? MLA യുടെ മകളെ കിഡ്നാപ്പ് ചെയ്ത കേസില് ഒരു ചെറിയ പ്രശ്നമുണ്ട് സാറേ. പ്രശ്നം? CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ ആ MLA യുടെ മകളുടെ കസിനൊന്ന് ചോദ്യം ചെയ്യണം. ശരി, MLA യുടെ മകളുടെ കസിനെ ചോദ്യം ചെയ്യണോ? ഓക്കെ, അതിനുള്ള പ്രൊസീജിയേഴ്സിന് ഞാൻ ഏർപ്പാട് ചെയ്യാം. റൈറ്റ്? യെസ് സർ. താങ്ക് യു സർ. There will be no limitations. You can go up to any extent. Only a small request from my end is that the media should not know about this, okay? ഓക്കെ സർ. നിങ്ങൾ സംസാരിക്കുന്നത് കണ്ട ഞാൻ തട്ടിക്കൊണ്ടുപോയ പോലെ തോന്നുമല്ലോ. എത്ര മണിക്കായിരിക്കും നിങ്ങൾ ആ കുട്ടിയെ ഡ്രോപ്പ് ചെയ്തത്? ഓർമ്മയുണ്ടോ? ടൈമൊന്നും നോട്ട് ചെയ്തിട്ടില്ല. വൈകുന്നേരമായിരിക്കും. മിസ്റ്റർ വിഘ്നേഷ്, ഞങ്ങളൊക്കെ പോലീസുകാരാ. അല്പം മര്യാദ ഒന്ന് സംസാരിക്കാം. മിസ്റ്റർ ഓഫീസർ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഹലോ, നീ ആരായാലും എനിക്കെന്താ? ഡാ, നീ എന്തിനെ ഭീഷണിപ്പെടുത്താണോ? സാറ് ചോദിക്കുന്ന മര്യാദയ്ക്ക് മറുപടി പറയുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് ജയിലിലിടും. സാറേ, നമ്മുടെ രാജേഷാണ് ഇവരെ ചോദ്യം ചെയ്യാൻ പറ്റിയ ആള്. മോനെ, ഇദ്ദേഹം എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റാ. തോക്ക് മാത്രമേ സംസാരിക്കൂ. അപ്പൊ പറയല്ലേ? സർ, എനിക്കത് മാത്രമേ അറിയൂ സർ. അന്ന് വൈകുന്നേരം അവളെ ഡ്രോപ്പ് ചെയ്തതല്ലാതെ എനിക്ക് വേറൊന്നും അറിയില്ല സർ. ഡാഡി മമ്മി വീട്ടിലില്ല. എടി, ഡിസ്റ്റർബ് ചെയ്യലെന്നേ. വീട്ടിലില്ല. നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യണ്ടേ? ഡേയ്, നീ എന്നെ പബ്ബിന്റെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. നിന്നെ പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ ഞാൻ ഡ്രൈവറാണോ? ഡേയ്, ഇതെന്റെ അച്ഛന്റെ കാറ്. ഹേലാന്റെ സമയം. ആ പെണ്ണ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ? ഇല്ല സർ, എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. വണ്ടി ഒന്ന് സൈഡിലേക്ക് നിർത്തിയേ.
ഞങ്ങൾ വിചാരിച്ചതിനെ പ്രതിയാക്കാനും കഴിയും, രക്ഷപ്പെടുത്താനും കഴിയും. MLA-യുടെ മകനായാലും ശരി, മിനിസ്റ്ററുടെ മകനായാലും ശരി. അപ്പോൾ വരട്ടെ. ശരി സാർ. നെൽസൺ, ആ പഴയ കേസ് ഫയലെല്ലാം ചെക്ക് ചെയ്ത് നോക്ക്. സാറേ ഓർഡർ എന്താ സാറേ? എന്താ ഉള്ളത്? ചിക്കൻ ബർഗർ ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, Okay. ചിക്കൻ പോപ്കോൺ, ചിക്കൻ സ്ട്രൈപ്സ്, ഫ്രഞ്ച് ഫ്രൈസ്. Strips. ഓക്കെ Chicken strips. ആ. ഓക്കെ സർ. ഓക്കെ സർ, 5 minutes. ഹലോ രാജേഷ്, ഇപ്പൊ എവിടെയുള്ളത്? പറയൂ സാർ. ഫസ്റ്റ് ആ ഇൻവെസ്റ്റിഗേഷൻ എവിടെ നിന്നാ നമുക്ക് തുടങ്ങേണ്ടത്? CCTV ഫുട്ടേജിലുള്ള ആ ഫോട്ടോ കോയമ്പത്തൂരിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയക്കണം. അവൻ മിസ്സാകാൻ പാടില്ല. അപ്പോ ഒഫീഷ്യലായിട്ട് കാരണം എന്താന്ന് ചോദിച്ചാലോ? ഏതെങ്കിലും തെഫ്റ്റ് കേസോ സ്നാച്ചിങ് കേസോ അവൻ്റെ മേൽ ചുമത്താം. നമ്മുടെ ടാർഗറ്റ് അവൻ തന്നെയാണ്. ശരി, അങ്ങനെ തന്നെ ചെയ്യാം. നീ സ്റ്റേഷനിലേക്ക് വന്നേക്ക്. ശരി, ഞാൻ ഉടനെ വരാം. ബൈ. പറയൂ ചങ്ങാതി, നമസ്കാരം. സുഖനല്ലേ? ആ രാജേഷേ, സുഖാണ്. അളിയ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. ആ എന്താളിയാ, പറഞ്ഞോ. നിന്റെ വാട്സാപ്പിൽ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. CCTV ഫുട്ടേജിൽ ഒരു പയ്യനെ കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞില്ലേ? ഒരു വണ്ടി മോഷ്ടിച്ച കേസിൽ കേരളത്തിലേക്ക് പോകേണ്ട വഴിക്ക് ഞാൻ അവനെ പിടിച്ചു. അവനിപ്പോ എന്റെ കസ്റ്റഡിയിലാടോ. അവന് നീ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തോ? ശനിയാഴ്ച ഈവനിങ് ആണ് അവൻ എന്റെ കയ്യിൽ കിട്ടിയത്. നാളെയാണ് ഞാൻ അവനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അളിയ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? കേസൊന്നും രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നീ അവനെ എനിക്ക് വിട്ടേക്കേ. ഒരുപക്ഷെ നീ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ തന്നെ ബെയിലെടുത്തോളാം. അവനെ എനിക്ക് വേണം. എന്താ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം, ബട്ട് ഐ വിൽ ഡു. നിനക്ക് വേണ്ടിയല്ലേ മച്ചു? ഓക്കെ അളിയ, താങ്ക് യു. എന്താ രാജേഷ്, കാർത്തിരായത് വല്ല ക്ലൂവോ ഇൻഫർമേഷനോ അതുപോലെ വല്ലതും കിട്ടിയോ? ഓ, സാർ, ഇതൊരു ലിഫ്റ്റല്ലേ? വിട്ടേക്ക് സാറേ, ഇവൻ എങ്ങോട്ട് കൂടി പോകാനാ? സാറേ, ഇവൻ ശരിക്കും ഒരു കേടിയാ. നമ്മളെ ഇത്ര ദിവസമായിട്ട് ഓടിച്ച കണ്ടില്ലേ? ഇനിയും അവനെ ഫ്രീ ആയിട്ട് വിട്ടാലേ വീണ്ടും അവൻ നമ്മളായിട്ട് ഓടിക്കും. അങ്ങനെയാണോടാ? അങ്ങനെയാണോ? ഞങ്ങളോടാണോടാ നിന്റെ കളി? ഇങ്ങോട്ട് വാ. സാർ 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 വിട്ടേക്ക് സാർ. ഇങ്ങോട്ട് വാ. പറയടാ, പറയടാ മര്യാദയ്ക്ക്. സാർ. നീ ആരാണെന്നും എന്ത് ജോലി ചെയ്യുകയാണെന്നും നിന്നെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല സാറേ എന്ന് മാത്രം പറയരുത്. എനിക്ക് ഒരേ ഒരു ഉത്തരം മതി. കോയമ്പത്തൂർ MLA-യുടെ മകളാണ്. നീ അവളെ ആരുടെ കൈ കൊണ്ട് ഏൽപ്പിച്ചു? സാർ, നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും എനിക്ക് ഉത്തരം അറിയില്ല സാർ. ഞാനിപ്പോ ആ ജോലിയൊക്കെ വിട്ടിട്ട് പുതിയ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. വിട്ടേക്ക് സാർ, സത്യമാണ് സാർ. സാർ 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 വിട്ടേക്ക് സാർ. പഴയ കേസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം സാർ. പക്ഷേ ഇത് സാർ ഇത് സാർ പറ്റുന്നില്ല സാർ. സാർ, നിങ്ങൾ എത്ര അടിച്ചാലും എന്റെ അടുത്ത് ഒരു ഉത്തരേ ഉള്ളൂ സാർ. എനിക്ക് അറിയില്ല സാർ. സാർ, ഈ കേസിനും എനിക്കും ഒരു ബന്ധവും ഇല്ല സാർ. വിശ്വസിക്കും സാർ, പ്ലീസ് സാർ. നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, പുതിയ ജീവിതം ജീവിക്കണമെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ പഴയ ജീവിതം ജീവിക്കാനെങ്കിലും ഈ ജീവനോടെ ഉണ്ടാവണം. എന്താ ശരിയല്ലേ? ഞങ്ങള് പോലീസുകാരടാ. ഒരു മർഡർ കേസിനെ സൂയിസൈഡ് കേസാക്കി മാറ്റിയിട്ട് അത് ക്ലോസ് ചെയ്യാനും അറിയാം. പഞ്ചപാവമായ ഒരുത്തനെ പക്ക ക്രിമിനലാക്കി മാറ്റി അവന്റെ ജാതകം തിരുത്തി എഴുതാനും അറിയാം. എന്തിയടാ, നിന്നെ പോലുള്ള തെമ്മണി ചെക്കന്മാരെ
മേൽവിലാസമില്ലാതാക്കി. ഞങ്ങൾ വിചാരിച്ചാൽ അങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് കോഓപ്പറേറ്റ് ചെയ്യുന്നതാണ് നിനക്ക് നല്ലത്. പ്ലീസ് സർ. ഞങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ പറടാ. ചോദിക്കുന്ന ചോദ്യത്തിന് മര്യാദയ്ക്ക് ഉത്തരം പറ. മര്യാദയ്ക്ക് പറഞ്ഞാലേ പിന്നെ ഇവിടുന്ന് ഞങ്ങൾ വെറുതെ വിടുകയുള്ളൂ. അവന്റെ പേര് സെൽവയാണ് സാർ. അത് മാത്രമേ എനിക്ക് അറിയൂ സാർ. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല സാർ. സാർ അവനെ കണ്ടിട്ട് 2 മാസമായി സാർ. സാർ 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 വിട്ടേക്ക് സാർ, പ്ലീസ് സാർ. എത്ര പെണ്ണുങ്ങളെ നീ അവന് സപ്ലൈ ചെയ്തിട്ടുണ്ടാ? പറയടാ. സാർ അവര് പറയുന്ന പോലെ പിക്കപ്പ് ഡ്രോപ്പ് മാത്രമേ ചെയ്യൂ, വേറെ ഒന്നും എനിക്ക് അറിയില്ല സാർ. ഒരു 4-5 കുട്ടിയോളെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ പറയുന്നത് ഈ കുട്ടി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിയില്ല സാർ. നോക്ക്, ഇവിടെ നിനക്കറിയില്ലേ? സാർ സാർ ഇവരാണ്. ഇതെങ്ങനെയാ കിഡ്നാപ്പ് ആകുക? സാർ അവളുടെ സമ്മതത്തോടെ തന്നെയാണ് വന്നത് സാർ. എനിക്ക് അറിയാം സാർ. അവളും സെൽവയും തമ്മിൽ ഒരുപാട് ദിവസം ഇഷ്ടത്തിലായിരുന്നു സാർ. അതെനിക്ക് അറിയാം സാർ. സാർ ഞാൻ കണ്ടിട്ടുണ്ട് സാർ. ശരി, അവരെന്തായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്? നീ എന്തെങ്കിലും കേട്ടിരുന്നു? സാർ അവള് സെൽവയെ കണ്ടപ്പോഴത്തേക്കും ഡ്രഗ് എന്ന് കരയായിരുന്നു. അവൻ ഡ്രഗ്സുള്ള സ്ഥലം കാണിക്കാം കൊടുക്കാന്ന് പറഞ്ഞ് സെൽവ അവളെ കൂട്ടിക്കൊണ്ടുപോയി സാർ. ശരി, ലാസ്റ്റ് അവളെ നീ എവിടെയാ ഡ്രോപ്പ് ചെയ്തത്? സാർ കോയമ്പത്തൂരിലെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡില്ലേ, അതിൻ്റെ അടുത്തൊരു സ്ട്രീറ്റ് ഉണ്ട്. അവിടെ ഒരു ലോക്കൽ ബാറും ഉണ്ട്. അവിടെയാണ് ഡ്രോപ്പ് ചെയ്തത് സാർ. രാജേഷ് എവിടെയാ? ഫയൽ ചെക്ക് ചെയ്യാണ് സാർ. ഉടനെ സ്പോട്ടിലേക്ക് വാ. ഇപ്പൊ വരാം സാർ. ഹലോ സാർ, ആ MLA മകൻ്റെ റൂം ഞങ്ങൾ സെർച്ച് ചെയ്യുകയാണ്. ആട്ടെ, ഇവിടെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട പെണ്ണല്ലാതെ മറ്റേതെങ്കിലും പെണ്ണുങ്ങളുണ്ടോ? അവളുടെ അമ്മ അവൾ ചെറുതാകുമ്പോൾ തന്നെ മരിച്ചു സാർ. അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു സാർ. ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞാൻ മാത്രം അവളില്ലാത്ത സമയത്ത് ഈ റൂമിലേക്ക് വരും സാർ. ശരി, താരൊന്ന് പുറത്തോട്ട് നിറയ്ക്കി, ഞങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യണം. ഓക്കെ, പുറത്ത് വെയിറ്റ് ചെയ്യും. ഓക്കെ സാർ. നിനക്ക് ഡ്രഗ്സ് അല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. നീ അല്ലെങ്കിൽ തന്നെ അടിച്ച് ഫിറ്റില്ല. നിനക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിന് നീ പൈസ തന്നേ പറ്റൂ. പബ്ബില് പൈസ കൊടുക്കാഞ്ഞതുകൊണ്ടല്ലേ നിന്നെ അവിടെ നിന്ന് പുറത്താക്കിയത്. കുഴപ്പമില്ല. അതുമാത്രമല്ല, ഇതേ ഓപ്പണായിട്ട് പബ്ലിക്കായിട്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല.
നീ എന്റെ കൂടെ വാ, നിനക്ക് ആവശ്യമുള്ള ഡ്രഗ്സ് ഞാൻ തരാം. എനിക്ക് ഇവിടെ നിന്ന് പോകണം സെൽവാ. നീ എവിടേക്കും പോകേണ്ട കാര്യമില്ല. നിനക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം. നിനക്ക് എന്തോരം ഡ്രഗ്സ് ആവശ്യമുണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ട്. എന്നാ എടുത്തോ. നിനക്ക് ആവശ്യമുള്ള ഫുഡ് നിന്റെ മുമ്പിലെത്തും. ഇപ്പൊ നീ പുറത്തേക്ക് പോവാണെങ്കിലേ എനിക്കാണ് പ്രശ്നം. ഇപ്പൊ നീ പോയാൽ ശരിയാവില്ല. നിന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്, മനസ്സിലായോ? നീ ഇവിടെ നിന്നെങ്കും പോവാനും പോണില്ല, ഇവിടെ നിന്ന് വിടാനും പോകുന്നില്ല. ഒരു പക്ഷേ എന്റെ കാര്യങ്ങളൊക്കെ തീർന്നതിന് ശേഷം എന്റെ മനസ്സ് മാറി നിന്നെ ഇവിടെ തന്നെ വെച്ചിരിക്കാനും സാധ്യതയുണ്ട്. ഞാൻ എവിടെയാ ഉള്ളത് ഇപ്പോ? ഇപ്പൊ നീ ഇരിക്കണതേ സെൽവയുടെ കോട്ടയിലാ. ചേട്ടാ നമസ്കാരം ചേട്ടാ. പോലീസിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിച്ചിട്ടില്ലേ? പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. അവരെ മാത്രം വിശ്വസിച്ചിരുന്നാലേ ഒരു കാര്യവും നടക്കാൻ പോണില്ല. നമുക്കും കളത്തിലിറങ്ങി കളിക്കാം. നമ്മുടെ ആൾക്കാരോടൊക്കെ എങ്ങനെയെങ്കിലും എൻ്റെ മോളെ കണ്ടുപിടിക്കാൻ പറയേ. അവൾ എവിടെയൊക്കെ പോകും, അവൾ ആരുടെ കൂടെയാണ് ഫ്രണ്ട്ഷിപ്പ് വെച്ചിരിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ആൾക്കാരോട് പറഞ്ഞിട്ട് ശരിക്കും അന്വേഷിക്കാൻ പറയടാ. അവൾ എവിടെ പോവാനാ? ആരെങ്കിലും എൻ്റെ മോളെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവോ? അതല്ലെങ്കിൽ അവൾ ആരെങ്കിലും കൂടെ ഓടിപ്പോയോ? ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യ്, ശ്രദ്ധിക്കണം. சார் அவ செலவு பார்த்த உடனே ட்ரக்ஸ்னு அழுதுட்டு இருந்தா. സർ, അവളൊരു വലിയ ഡ്രഗ് അഡിക്റ്റ് ആണ്. ഹലോ സർ, പറയൂ രാജേഷേ. ആ മിസ്സായ പെണ്ണൊരു ഡ്രഗ് അഡിക്റ്റ് ആണ് സർ. അങ്ങനെയാണ്. സോ ഈ ഏരിയയിലെ ഡ്രഗ് സപ്ലൈ കേസിൽ നമുക്ക് ഇൻഫർമേഷൻ തന്ന എല്ലാ ഇൻഫർമേഷനെയും നമ്മൾ അർജൻറ്റായിട്ട് മീറ്റ് ചെയ്യണം. അവരോട് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ക്ലൂ കിട്ടും സർ. ഓക്കെ, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇപ്പൊ തന്നെ അയക്കാം. സർ, എൻക്വയറി ചെയ്തിട്ട് ശരി സർ. അപ്ഡേറ്റ് ചെയ്യണം. താങ്ക് യു. ആ ചേട്ടൻ ഇവിടെ ഉണ്ട്, ഒരു മീറ്റിംഗിലാ, ഇപ്പൊ കൊടുക്കാം. ചേട്ടാ, SP ലൈനിലുണ്ട്.
എടോ നിങ്ങളൊക്കെ എന്തായി ചെയ്തോണ്ടിരിക്കുന്നേ? കാണാതെ പോയതേ എന്റെ മോളാ, അല്ലാണ്ട് വേറെ ആരുമല്ല. ഇത് നോക്കേ, നിങ്ങളുടെ അടുത്ത് കംപ്ലൈന്റ് തന്നിട്ട് ഇന്നേക്ക് 4 ദിവസമായി. നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ? നിങ്ങൾ എന്തായി ചെയ്തോണ്ടിരിക്കുന്നത്? നിങ്ങളുടെ അന്വേഷണമൊക്കെ എങ്ങനെ പോകണ്ടേ? എനിക്ക് യാതൊരു അപ്ഡേറ്റും അറിയില്ല. ആരും എനിക്ക് ഇൻഫർമേഷൻ തരുന്നില്ല. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓഫീഷ്യലായിട്ട് കംപ്ലൈന്റ് ചെയ്യട്ടെ? വായി തുറന്നൊന്ന് പറയേ. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ടെൻഷൻ ആകാണ്. പ്രോപ്പർ എൻക്വയറീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് അഗ്രവേഷൻ കാണിക്കുകയാണെങ്കിൽ മീഡിയക്ക് ലീക്കായി പോകും. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് അവർ സിറ്റുവേഷൻ. ഹലോ, കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് ആ എംഎൽഎയുടെ മകളെ കാണുന്നില്ല. നീ പറഞ്ഞുകൊണ്ടല്ലേ ആ പ്രാന്തനെ നമ്മുടെ ടീമിലേക്ക് ഉണ്ടാക്കിയെടുത്തത്? എന്ത് കാരണം പറയാൻ പോന്നേ? Tell me. ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സാറേ. ആ അക്യൂസ്റ്റിനെ ഞങ്ങൾ ഉടനെ പിടിക്കും സാറേ. I will give you one more day of grace time. No excuses before the media comes to know about this. You should do it at any cost, as you know it is a secret mission. ഛേ, എടോ രാജേഷേ, ഇങ്ങോട്ട് നോക്കിയേ. സീനിയേഴ്സൊക്കെ ചാടി കടിച്ചോണ്ടിരിക്കുക. അത് മുഴുവൻ എന്റെ തലയിലേക്ക് ഇടുന്നത്. നിന്റെ അടുത്ത് ഞാൻ ഈ കേസ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഇന്നത്തോടെ 5 ദിവസമായി. ഇത് കേരള പോലീസിന് വളരെ നാണക്കേടാടാ. സർ, വെറുതെ ഇങ്ങനെ പോലീസുകാരുടെ മേൽ കുറ്റം ചേർത്താതെ. ഇത് ഡിപ്പാർട്ട്മെന്റിന് അറിയാവുന്നൊരു കേസല്ല സർ. സാധാരണ പ്രൈവറ്റ് ഡിറ്റക്റ്റീവുകളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലെ ഈ കേസ് എടുത്തിട്ട് 5 ദിവസം ഡിലേ ആയി പോയെന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ് സർ? അതുകൊണ്ടാണ് നിന്നെ പോലെ ഒരു എഫിഷ്യന്റ് ഓഫീസറുടെ അടുത്ത് ഇത് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. ക്രെഡിറ്റ് വേണ്ട സർ, ക്യാഷ് കിട്ടുമല്ലോ. പക്ഷേ എൻ്റെ ഷെയറിനെ പറ്റി നിങ്ങൾ ചോദിച്ചതേ ഇല്ല. അത് മാത്രമല്ല, ഈ അക്യൂസ്റ്റിനെ പിടിച്ചാൽ പോലും അവനെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യില്ലെന്ന് എനിക്കറിയാം. കോർട്ടിലും പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നില്ല. തീർത്ത് കളയണമെന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടിയല്ലേ നിങ്ങൾ എന്നെ ഇപ്പോൾ വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ചേർത്തത്. അപ്പോ ചീത്തപ്പേര് എനിക്ക് മാത്രമല്ലേ വരികയുള്ളൂ. രാജേഷേ, നീ ആരുടെ അടുത്താ സംസാരിച്ചോണ്ടിരിക്കണെന്ന് ഓർമ്മ വേണം. ഞാനൊരു സീനിയർ ഓഫീസറാണ്ടാ. സർ, ചുമ്മാ ആദ്യം ഇതൊക്കെ പറയാതെ കാശിന്റെ കണക്കിനെ കുറിച്ച് പറയൂ സാറേ. രാജേഷേ, ഒരുപാട് സംസാരിക്കല്ലേ. ഇതിനു മുമ്പ് നീ ചെയ്ത 2 കൊലക്കുറ്റങ്ങളും എൻകൗണ്ടറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എത്ര റെക്കോർഡുകൾ നശിപ്പിച്ചിട്ട് പുതിയ റെക്കോർഡ് ഉണ്ടാക്കി നിനക്കറിയോ? ആ നെൽസൺ ഒരൊറ്റ മനുഷ്യൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിന്നെ ആ കേസിൽ നിന്നും ഊരിക്കൊണ്ടുവന്നത്. നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു. പക്ഷേ നീ എൻ്റെ അടുത്ത് തന്നെ കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? സർ, ആ കൊലപാതകമൊക്കെ ഞാൻ എന്തിനാണ് ചെയ്തതെന്ന് സാറിന് നല്ലപോലെ അറിയാവുന്നതല്ലേ. എൻ്റെ ഭാര്യയും അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെയും കൊന്നവൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അവനോട് കെഞ്ചണമായിരുന്നോ സർ? കെഞ്ചണമായിരുന്നോ? ഷേ, എല്ലാം മനസ്സിലാക്കിയിട്ട്. രാജേഷേ, ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാലേ, രാജേഷ്, നിനക്ക് ആൺകുഞ്ഞിന് വേണോ പെൺകുഞ്ഞിന് വേണോ? ആരായാലും നിന്നെ പോലെ ഭംഗിയുണ്ടായാൽ മാത്രം മതി.
ചിരിച്ച അഴകായി ഞാനരികെ കനവായി എന്നും എന്നിൽ കുളിരായി പെയ്തിറങ്ങി കണ്ണോരം കാതോരം മഴവേഴാമ്പലായി നെഞ്ചോളം കനവോളം കുളിർ മഴയായിതാ മൗനമേ മണിത്തൂവലായി ചെറു തെന്നലായി വരുമോ തെന്നലിൻ കാട്ടുചില്ലയിൽ കൂടുകൂട്ടുവാൻ വരുമോ മലരെ നീ ചിരിച്ച അഴകായി ഞാനരികെ കനവായി എന്നും എന്നിൽ കുളിരായി പെയ്തിറങ്ങി വർണ്ണമഴവില്ലായി വാനിൽ മഞ്ഞുമലരായ നെഞ്ചിൽ കുഞ്ഞുമലരായി പെയ്ത കളമൊഴി നീയേ കാൽത്തളനാദം കേട്ട് നെഞ്ചിലിളം ചൂടായി മാറി കുന്നിമണി കണ്ണെഴുതിയ ഹിമകണമല്ലേ എൻ മണിമുത്തേ മിഴിയഴകേ സ്നേഹത്തിൻ കണിമലരെ മണിമുത്തേ മിഴിയഴകേ സ്നേഹത്തിൻ കണിമലരെ നെഞ്ചോരം തണലാക്കി മുത്തം വയ്ക്കാൻ വാ മലരെ നീ ചിരിച്ച അഴകായി ഞാനരികെ കനവായി എന്നും എന്നിൽ കുളിരായി പെയ്തിറങ്ങി കണ്ണോരം കാതോരം മഴവേഴാമ്പലായി നെഞ്ചോളം കനവോളം കുളിർ മഴയായിതാ മൗനമേ മണിത്തൂവലായി ചെറു തെന്നലായി വരുമോ തെന്നലിൻ കാട്ടുചില്ലയിൽ കൂടുകൂട്ടുവാൻ വരുമോ മലരെ നീ ചിരിച്ച അഴകായി ഞാനരികെ കനവായി എന്നും എന്നിൽ കുളിരായി പെയ്തിറങ്ങി ആ രാജേഷേ, സോറി രാജേഷേ, സീനിയർ ഓഫീസേഴ്സിനെ ടെൻഷനാക്കിക്കൊണ്ടിരിക്കാനുണ്ട. ആ ദേഷ്യം ഞാൻ നിന്റെ അടുത്തെടുത്തു, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടോ അതിലൊരു ഷെയർ നിനക്കുണ്ട്. പണത്തിൻ്റെയൊക്കെ മുന്നിലെ ബന്ധം കണ്ണാടി പോലെ ഉടഞ്ഞു പോകും സാറേ. സാറില്ല, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലാണ്. നമ്മളൊന്നും അത്രയും യോഗ്യമാരൊന്നുമല്ല. ആ MLA യുടെ മകളെ
കിഡ്നാപ്പ് ചെയ്തത് ആരായിരുന്നാലും എന്തെങ്കിലും എവിഡൻസോ ഇനിയൊരു പക്ഷേ ആ കുട്ടിയുടെ എന്തെങ്കിലും വീഡിയോയോ എന്തെങ്കിലും അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ആ കുട്ടിയുടെ ഫ്യൂച്ചർ സ്പോയിൽ ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവനെ പിടിച്ചേ പറ്റൂ. ഞാൻ ഓക്കെയാണ് സാർ, നമുക്ക് പോവാം. അവൻ ആരായാലും അവനെ തേടി കണ്ടുപിടിച്ച ആ പെണ്ണിനെ നമുക്ക് രക്ഷിക്കാം സാറേ. സാറ് ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കേ. നമ്മുടെ അപ്ഡേറ്റ്സിനെ പറ്റി നമ്മുടെ സീനിയർ ഓഫീസേഴ്സും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അർജന്റായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം സാറേ. ഞാനും നെൽസണും ചേർന്ന് ഇത്രയും നാളും കളക്ട് ചെയ്ത അത്രയും ഡീറ്റെയിൽസും നിങ്ങളുടെ മുൻപ് വെച്ച് പ്രസന്റ് ചെയ്യണം സാറേ. അവരെ കേസിന്റെ ഡീറ്റെയിൽസിനെ പറ്റി അറിയണം. അതറിയാത്തതുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് ദേഷ്യം. ഓക്കെ രാജേഷ്, ഓക്കെ, സി യു. ഓക്കെ സാർ, താങ്ക് യു. രാജേഷ്, എൻക്വയറി റിപ്പോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയൂ. രാജേഷേ, സുഖാണ്. അളിയ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ അളിയാ, പറയേ. നിന്റെ വാട്സാപ്പിൽ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. രാജേഷ്, ദിസ് ഇസ് എ കോൺഫിഡൻഷ്യൽ കേസ്. ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അവനെ എൻകൗണ്ടർ ചെയ്യാനും നിങ്ങൾക്ക് ഞാൻ പെർമിഷൻ തരുന്നുണ്ട്. മീഡിയ ഷുഡ് നോട്ട് കമ്മിറ്റ് ദിസ്. ദിസ് ഇസ് എ കോൺഫിഡൻഷ്യൽ കേസ്. സർ, താങ്ക് യു സർ. പറയടാ. രാജേഷ്, ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. നീ പെട്ടെന്ന് റെഡിയായി ഓഫീസിലേക്ക് വാ. നിന്റെ അടുത്ത് കുറച്ച് പഴയ കേസ് ഫയൽ കാണിക്കണം. ശരി. ചിലപ്പോ നീ അന്വേഷിക്കുന്ന അക്യൂസ്ഡ് അവനാണെങ്കിലും. ഓക്കെ മച്ചു, താങ്ക്സ്. ബൈ. സാറേ, കിട്ടി. എന്റെ ഇൻവെസ്റ്റിഗേഷനിൽ എനിക്ക് തീർക്കാൻ പറ്റാത്ത കേസുകൾ ഇനിയും ബാക്കിയുണ്ട് സാറേ. എന്റെ കയ്യിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് പോയ 3 മർഡേഴ്സ്, 3നും ഒരേ പാറ്റേൺ ആണ്. മരിച്ചു പോയ 3 പേരും പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങളെ ആരും റേപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ സെക്സ് ഓർഗൻസ് ബ്രൂട്ടലി കീറിയതായിട്ടാണ് നമുക്ക് ആ ബോഡി കിട്ടിയത്. ആ കൊലപാതകത്തിന്റെ പാറ്റേൺ വെച്ച് നോക്കിയാ ആ മർഡേഴ്സ് ചെയ്തത് ഒരാള് തന്നെയാണ്. കൊലയാളി ഒരു ഇമ്പോർട്ടന്റ് ആണ്. എത്ര ശ്രമിച്ചാലും അവനെ കൊണ്ട് സെക്സ് ചെയ്യാൻ പറ്റില്ല. ആ ഫ്രസ്ട്രേഷൻ വളരെ ക്രൂരമായിട്ട് ആ പെണ്ണുങ്ങളുടെ അടുത്ത് കാണിച്ചിരിക്കുന്നു. ഇതാ ഈ ഫോട്ടോ ഒന്ന് നോക്കിയേ. ഈ കേസ് എങ്ങനെയാ നിന്റെ കയ്യിൽ നിന്ന് പോയത്? അതാണ് വലിയ സങ്കടമുള്ള കാര്യം. എല്ലാ എവിഡൻസും കളക്ട് ചെയ്തിരുന്നു. പക്ഷേ അക്യൂസിന് മാത്രം പിടിക്കാൻ പറ്റാതെ പോയി. അപ്പൊ കയ്യിൽ നിന്ന് കേസ് പോകുമല്ലോ അല്ലേ? അളിയ, ആക്ച്വലി എനിക്ക് ആ കേസിനെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് അറിയണം. എന്തെങ്കിലും ലീഡ് ഉണ്ടെങ്കിൽ അതൊന്ന് കിട്ടൂ. ഇതിലുള്ള ഓരോ കേസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കേസ് ഫയല് കോയമ്പത്തൂരിലുള്ള വിദ്യ എന്നുള്ളൊരു കുട്ടിയെ പറ്റി ഞാൻ ഉണ്ടാക്കിയതാണ്. അമ്മയ്ക്കും അച്ഛനും ഒരേ മകള്. ഞാൻ പാലക്കാട് ബോർഡർ സ്റ്റേഷനിൽ SI ആയിട്ട് വർക്ക് ചെയ്ത ആ സമയത്താണ് കേരള തമിഴ്നാട് ബോർഡറിൽ നിന്ന് ഒരു ബോഡി കിട്ടിയത്. എൻ്റെ സ്റ്റേഷൻ ലിമിറ്റിനുള്ളിൽ. ആ ബോഡി ഇൻവെസ്റ്റ് ചെയ്ത സർജൻ ഇൻവെസ്റ്റിഗേഷന് ശേഷം കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നു. സർ, ബോഡി ഒരു സ്ത്രീയുടേതാണ്. മരിച്ചിട്ട് 3 ദിവസമായി കാണും. ആരുടെ ബോഡിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അത്തരം ഒരു അവസ്ഥയിലാണ് ഉള്ളത്. മാഡം, ബോഡിയിൽ എന്തെങ്കിലും ഇഞ്ചുറീസ്, ഫ്രാക്ചേഴ്സ്, ഐ മീൻ യൂസ് ഓഫ് എനി മോർട്ടൽ വെപ്പൺസ്? അതുപോലെ ആഴത്തിലുള്ള ഫ്രാക്ചേഴ്സ് ഒന്നുമില്ല. കഴുത്തിൽ ആഴത്തിലൊരു മുറിവുണ്ട്. അതാണ് ഡെത്തിന്റെ കാരണം.
ആക്ച്വലി ചെറിയ ഏതെങ്കിലും വെപ്പൺസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ സർജിക്കൽ ബ്ലേഡ്, നൈഫ് എക്സെട്ര. റേപ്പ് അറ്റം ഉണ്ടായിരിക്കുന്ന മാഡം? നോട്ട് റേപ്പ്, ബട്ട് സെക്ഷൽ ഹറാസ്മെന്റ് നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് എന്റെ ഇൻവെസ്റ്റിഗേഷൻ വിദ്യയിലോട്ട് ഡൈവേർട്ട് ആയത്. വിദ്യയുടെ മർഡർ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഒരു ലീഡ്, അൻപു എന്ന ഒരുത്തൻ. അവനെതിരെ എന്റെ സ്റ്റേഷനിൽ കുറെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൊല ചെയ്ത ആൾ തന്നെയാണ് മറ്റു കൊലയും ചെയ്തതെന്ന് നീ കൺഫേം ചെയ്യാൻ കാരണം എന്താ? സാർ ഫയൽ. അൻപു വഴിയാണ് വിദ്യ കോയമ്പത്തൂരിലേക്ക് എത്തിയെന്ന് ഞാൻ മനസ്സിലാക്കി. ദാ ഈ ഫയൽ നോക്കൂ. ഒരു പെണ്ണും കിഡ്നാപ്പ് ആയിട്ടില്ല. അതിന്റെ അർത്ഥം ഒരു പെണ്ണും അവരുടെ ഇഷ്ടത്തിനല്ല പോയത്, ചീറ്റിംഗ് വഴിയേ. ഉദാഹരണത്തിന് വിദ്യക്ക് ജോബ് ഓഫർ ചെയ്ത് വിളിച്ചോണ്ട് പോയതുപോലെ ഈ കുട്ടിയെയും വിളിച്ചോണ്ട് പോകാൻ വേറെന്തെങ്കിലും വഴി ആലോചിച്ചിരിക്കാം. എവിടെയും പിടികൊടുക്കാതെ അവൻ എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ? രാജേഷ്, ചെറുതായിട്ടൊരു ലിങ്ക് ഉണ്ട്. ഇവരെ നമ്മുടെ കൈ കിട്ടിയ ആ കുറ്റവാളിയെ സമീപിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷേ ഇവരെ പിടിക്കാൻ ഇവരെ പുറത്ത് ഒരു കേസ് പോലും ഇല്ലെന്നുള്ളതാണ് നമുക്കുള്ള പ്രശ്നം. കേസ് എൻ്റെ അടുത്ത് നിന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ പോയതിനു ശേഷമാണ് ഇതിൻ്റെ ലീഡ് എനിക്ക് കിട്ടിയത്. ഞാനത് ക്രൈംബ്രാഞ്ചിലേക്ക് ഫോർവേഡ് ചെയ്തിരുന്നു. ഈഗോ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല, അതിനവർ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. രാജേഷ്, ദിസ് മൈ ബി യൂസ്ഫുൾ ടു യു. ഇവരുടെ കൂടെ ഇന്നും ഒരാൾ കൂടെ ഉണ്ട്. അവനായിരിക്കാം നമ്മൾ തിരക്കുന്ന അക്യൂസ്ഡ്. ഞാനും അങ്ങനെ വിചാരിക്കുന്നേ. പക്ഷേ അവനിപ്പോ എവിടെയാ ഉള്ളത്? കോയമ്പത്തൂരില് ഗാന്ധിനഗർ സ്ട്രീറ്റിലൊന്ന് തിരക്കി നോക്ക്. അവിടെ എനിക്കൊരു ഇൻഫോർമർ ഉണ്ട്. നമ്പർ തരാം. വിദ്യയാണ് എനിക്ക് വലുത്. അവൾ എന്റെ നിധിയാ, അവൾ എന്റെ ജീവനാ. അവളുടെ മരണം എന്നെ കൊണ്ട് താങ്ങാനാവുന്നില്ല. അവളുടെ അമ്മ മരിച്ചതിന് ശേഷം ഞാനാണ് അവളെ ഇതുവരേക്കും വളർത്തിക്കൊണ്ടുവന്നത്. ബട്ട് യു നോ, ഞാനാണ് തെറ്റ് ചെയ്തത്. അവളുടെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് കോയമ്പത്തൂരിൽ ജോലി കിട്ടിയിരുന്നു. ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത അവളെ ഞാനാണ് നിർബന്ധിച്ചത്. അത് ഞാൻ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ, അല്ലേ? ആദ്യമൊക്കെ വീക്കെൻഡ് ആകുമ്പോൾ തന്നെ അവൾ ഓടിയെത്തുമായിരുന്നു ഇങ്ങോട്ട്. ഞാൻ അവൾക്ക് കൊടുത്ത ഫ്രീഡം വളരെ കൂടിപ്പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. അവളുടെ ആ ചിരി, സന്തോഷം. വളരെയധികം സ്മാർട്ടായിരുന്ന ആ കുട്ടി പെട്ടെന്നങ്ങ് സൈലന്റായി. ഡിപ്രഷൻ, വലിയൊരു ഡിപ്രഷനിലേക്ക് അവൾ മാണ്ടുപോയി. അമ്മ അവളുടെ അടുത്തില്ല എന്നുള്ള കാര്യം പാവം എൻ്റെ മോൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ കുറെ നാളെടുത്തു.
എനിക്ക് പറയാം. സാർ വിട്ടേക്ക് ഞാൻ സാർ. പറഞ്ഞോളാം. സാർ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സാർ. അയാളുടെ കയ്യിൽ സാർ, പെട്ടാലുണ്ടല്ലോ ഇതൊന്നും ആയിരിക്കില്ല എന്നിട്ട് അവസ്ഥ. പറയണോ? സാർ ഞങ്ങൾ വിട്ടേക്ക് സാർ. സാർ പ്ലീസ് സാർ. വാ തുറക്കാൻ. മര്യാദയ്ക്ക് പറയാനാണ് പറഞ്ഞത്. ഇത് കുറച്ചെങ്കിലും അല്പം മയമുണ്ടോ അതിന്റെ പുറത്ത്? അയാൾ ചോദിക്കുമ്പോ വേറെ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. സാർ 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 വിട്ടേക്ക് സാർ പ്ലീസ് സാർ. സാർ സാർ വിട്ടേക്ക് സാർ. മരത്തിക്കളട പന്നി, ഈ ഞങ്ങളെയാണോ ഓടിക്കുന്നത്? സത്യമായിട്ട് അറിയില്ല സാർ. സാർ 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 ഞങ്ങൾ വിട്ടേക്ക് സാർ. സത്യമാണ് സാർ. സാർ ശരിക്കും പറയാണ് സാർ. സാർ 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 വിട്ടേക്ക് സാർ. സാർ 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 പ്ലീസ് സാർ. സാർ പ്ലീസ് സാർ. സാർ 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 ഒന്നും അറിയില്ല സാർ. പ്ലീസ് സാർ. സാർ 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 പറഞ്ഞേക്കാം സാർ. സാർ സാർ അറിയില്ല സാർ. എവിടാന്നാ ചോദിച്ചേ? സാർ സാർ പറഞ്ഞേക്കാം സാർ. സാർ ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ വഴിക്ക് വാ. സാർ സാർ ഞാനും സെൽവയും ചെറുപ്പം മുതൽ ജേർണിൽ ഹോമിൽ ഒന്നിച്ചാ സാർ പഠിച്ചത്, ഒന്നിച്ചാണ് വളർന്നത് സാർ. അതെ സാറേ, അവിടുന്ന് പുറത്തു വന്നതിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞുപോയി. 6-7 വർഷത്തിന് ശേഷമാണ് വീണ്ടും കോയമ്പത്തൂരാണ് കണ്ടത്. അപ്പോഴാണ് ഹാർബറിൽ ഷിപ്പ് ഒഴികെ പെൺവാണിഭം ചെയ്യുന്ന ബിസിനസിനെ കുറിച്ച് സെൽവം പറഞ്ഞിരുന്നു. അതിനുശേഷം ഞങ്ങളും ചേർന്ന് കേരളത്തിലെ ഒരു 20 പെണ്ണുങ്ങൾക്ക് മുകളിൽ ഞങ്ങൾ പെൺവാണിഭം ചെയ്തു. ചെന്നൈയിൽ മെരീന ബീച്ചിൽ അവനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സാർ. അവൻ മുഖേനയാണ് പെൺകുട്ടികളെ കടത്തിയത്. അതിൽ ചില കുട്ടികളുടെ കൂടെ അവൻ സെക്സ് വെച്ചിരുന്നു സാർ. ഞങ്ങൾ കുറേ പറഞ്ഞു നോക്കി സാർ. എന്ത് പറഞ്ഞാലും അവൻ കേൾക്കില്ലായിരുന്നു. ഞങ്ങളോട് ദേഷ്യപ്പെടുമായിരുന്നു. ആ സമയത്ത് കാശില്ലാത്തത് കൊണ്ട്, വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവൻ്റെ കൂടെ തന്നെ ചേർന്നു. അവൻ പറഞ്ഞതെല്ലാം ചെയ്തു. അതിനുശേഷം കുറെ പെണ്ണുങ്ങളെ ഞങ്ങൾ കൊന്നു സാറേ. കിഡ്നാപ്പ് ചെയ്ത കുറെ പെണ്ണുങ്ങളെ കൊന്നു കളഞ്ഞു. അവ യൂസ് ചെയ്ത് കൊന്നതിന് ശേഷം എത്ര കോസ്റ്റ്ലി ആയ പെണ്ണായാലും അവൻ യൂസ് ചെയ്യുമ്പോ അവനെ എതിർക്കുകയാണെങ്കിൽ കൊന്നു തള്ളു സാറേ. ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഞങ്ങൾക്കുള്ള വലിയ പ്രശ്നമായത്. എടാ നീ എന്താ ചെയ്യുന്നേ? ഇങ്ങോട്ട് നോക്ക്, ഒരു അത്യാവശ്യ കാര്യമാണ്. നിന്നെ കാരണമാണ് ബിസിനസ് ഹോൾഡ് ചെയ്തത് കേട്ടാ. നിങ്ങളെ ഈ ബിസിനസ്സിന് കൊണ്ടുവന്നത് ഞാനാണ് പ്ലാൻ ചെയ്യുന്നതും ഡിസൈഡ് ചെയ്യുന്നതും. ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിങ്ങളുടെ ജോലി. ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ കൂടെ നിന്നോ, കാശ് കുറെ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ വണ്ടി ഇടാൻ നോക്കി. നിന്നെ കാരണം ഞങ്ങൾക്ക് റിസ്കാ.
സംസാരിക്കുമ്പോഴാണ് ഞങ്ങൾക്കുള്ള വലിയ പ്രശ്നമായത്. സർ, ഞങ്ങൾ അതിനുശേഷം അവന്റെ കൂടെ കോണ്ടാക്റ്റിലേ ഇല്ല സർ. അതെ സാറേ, കോണ്ടാക്റ്റിൽ ഇല്ല സാറേ. സത്യമാണ് സർ, വിശ്വസിക്കും സർ. സർ ശരിക്കും പറയാണ് സർ, അതിനുശേഷം കോണ്ടാക്റ്റിൽ ഇല്ല സർ. നീ ചെയ്യുന്ന പണിയെപ്പറ്റിയോ നിന്റെ കോണ്ടാക്ട്സിനെ പറ്റിയോ ഒന്നിനെ പറ്റി അറിയേണ്ട ആവശ്യം എനിക്കില്ല. എനിക്കറിയേണ്ടത് ഒരു കില്ലറിനെ പറ്റിയാണ്. കില്ലറോ? കില്ലറിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല സാർ. കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ നിന്ന് പെണ്ണുങ്ങളെ കടത്തി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ അതിൽ ചില പെണ്ണുങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും എനിക്ക് പ്രശ്നമില്ല. കോയമ്പത്തൂർ എംഎൽഎയുടെ മകളെ കുറച്ചുനാളെ കാണുന്നില്ല. ആ പെണ്ണെ കൊണ്ടുപോയത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നീ അറിയാതെ ആ പെണ്ണ് എവിടേക്കും പോവില്ല. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. സെൽവ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ വഴിയാണ് പെണ്ണുങ്ങളൊക്കെ നിന്റെ അടുത്തേക്ക് എത്തുന്നത്. ദാ ഇത് കണ്ടില്ലേ, ഇവളെ എനിക്ക് വേണം. സാർ, ഇവൻ ആരാന്ന് പോലും എനിക്ക് അറിയില്ല സാർ. അതുമാത്രമല്ല സാർ, ഇപ്പോൾ ആ സെൽവയുടെ കൂടെ ഒരു ലിങ്ക് പോലും ഇല്ല സാർ. സാർ, ഞാൻ അവൻ്റെ അടുത്തുനിന്ന് വന്ന് ഒരുപാട് മാസങ്ങളായി സാർ. ലാസ്റ്റ് ഞാൻ അവനെ കാണുമ്പോൾ അവൻ ഒരു പ്രാന്തനെ പോലെയാണ് സാർ ഉണ്ടായിരുന്നത്. അവനിപ്പോൾ എവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല സാർ. സെൽവ, നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഇനി നിന്റെ കൂടെ സെറ്റ് ആവില്ലെന്നാ തോന്നുന്നേ. എന്തുകൊണ്ട്? തിരുപ്പൂരിൽ നിന്നൊരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി. അവൾ കോയമ്പത്തൂർ റീച്ചായെന്ന് എനിക്ക് നന്നായി അറിയാം. എൻ്റെ കയ്യിൽ കിട്ടിയില്ല. എവിടെയാ പെണ്ണ്? മറ്റൊരു ദിവസം സേട്ട് ഒരു പെണ്ണിനെ ചോദിച്ചു. നീ അവന് ഫോട്ടോയും കൂടി അയച്ചു. സേട്ടിന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു. എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. നമ്മളവളെ ശരിക്കാണ് പൊക്കിയത്. പക്ഷെ ഡെലിവറി ആയത് വേറൊരു പെണ്ണാണ്. അപ്പോൾ ആ പെണ്ണെവിടെ? ഇത് സാധാരണ ജോലിയാന്ന് വിചാരിച്ചോ? ലക്ഷങ്ങളും കോടികളും കളിക്കുന്ന സ്ഥലമാണ്. റിസ്ക്കും അതിനേക്കാളും വളരെ അധികമാണ്. ഇഷ്ടപ്പെട്ട ആൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഇഷ്ടപ്പെട്ട സമയത്ത് ഡെലിവറി ചെയ്താൽ മാത്രമേ അവരും ഹാപ്പിയാകുക, നമ്മളും ഹാപ്പിയാകുക. ഇതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? പറയേ, മനസ്സിലാവുന്നുണ്ടോ? നീ എന്നെ ചോദ്യം ചെയ്യാൻ അത്ര ആളായോ? നീ ഈ ബിസിനസ്സെ കുറിച്ച് എന്നെ പഠിപ്പിക്കുകയാണല്ലേ? ഒരു കാര്യം മാത്രം ഓർമ്മയിലിരിക്കട്ടെ, നീ പോയ 100 പേരിവിടെ ക്യൂവിലാണ്. എനിക്ക് നീ ഇല്ലെങ്കിൽ മറ്റൊരാള്. മനസ്സിലായോ?
അവൻ ഇടയ്ക്കിടയ്ക്ക് അവനുള്ള സ്ഥലം മാറ്റിക്കൊണ്ടേയിരിക്കും സാർ. ഓക്കെ, അവനിപ്പോൾ ഉള്ള സ്ഥലം പറയാം. സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. സത്യമായിട്ടും എനിക്ക് അറിയില്ല സാർ. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. അവന് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കേസിൽ പെടുത്തി നിന്നെ ഞാൻ എൻകൗണ്ടർ ചെയ്ത് കളയും. സാർ, ചെന്നൈയിൽ ഒരു ട്രാൻസ്ജെൻഡർ സെൽവയും അവരും ഒരു നല്ല റിലേഷൻഷിപ്പിലായിരുന്നു സാർ. അവർ രണ്ടുപേരും തമ്മിൽ ഒരു രഹസ്യവും ഉണ്ടാവില്ല സാർ. അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ സെൽവയെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടും സാർ. എനിക്ക് വേറെ ഒന്നും അറിയില്ല സാർ. ശരി, അവൻ്റെ അഡ്രസ്സ് പറയാം. അഡ്രസ്സ് ആ ഫ്ലൈ ഓവർ വഴിയെ പോകും സാർ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അമ്പലം വരും സാർ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. തലയ്ക്കാകെ ഭ്രാന്ത് പിടിക്കുന്നു. അതെല്ലാം കണ്ടുപിടിക്കാം സാർ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും വി ആർ ക്ലൂലെസ്. അവൻ തന്ന അഡ്രസ്സ് വെച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്നു. അവിടെ ഉള്ളവരെ നമ്മൾ ചോദ്യം ചെയ്യുന്നു. അതുമൂലം വല്ല ക്ലൂ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. താൻ ടെൻഷൻ ആവല്ലേടോ. ഇങ്ങോട്ട് നോക്കിക്കേ. നിനക്ക് ഇവരെ പരിചയമുണ്ടോ? നിങ്ങൾ തമ്മിൽ ബന്ധമുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. അറിയാം, അവൻ എന്റെ കസ്റ്റമറാണ് സാർ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമാണ്. അവൻ എവിടെയായാലും ഞങ്ങൾ പൊക്കിയിരിക്കും. നീ അവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ നിന്നെയും ഞാൻ പൊക്കിയിരിക്കും. മനസ്സിലായോടി? എന്ത് പറ്റി റുക്കു? ആരാ അത്? എന്താ പറ്റിയേ? ഒന്നുമില്ല. എവിടേക്കാടാ പോണ? അത് നീ അറിയേണ്ട കാര്യമില്ല. കൈ എടുക്കടി, കൈ വിടാൻ. നിന്റെ ഈ ഭ്രാന്ത് പോയി അവളുടെ അടുത്ത് കാട്ടില്ലടാ. ബിസിനസിനെ കുറിച്ച് പഠിപ്പിക്കില്ലടി. നല്ല വിലക്ക് പോകേണ്ട സാധന. ആദ്യം ഞാൻ പറഞ്ഞേ കേക്ക്. കൈ വിടാനാ പറഞ്ഞേ. കൈ വിടാൻ. അത് നീ അറിയേണ്ട കാര്യമില്ല. നീ നപുംസകമാടാ, നപുംസകം. നീ ആയതുകൊണ്ട് മാത്രം വെറുതെ വിടുക. ഇനി ഒരു പ്രാവശ്യം നപുംസകം പറഞ്ഞാണ്ടല്ലോ കൊന്നുകളെ ഞാൻ. സൂക്ഷിച്ചോ. അവൻ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയി സാർ. ഒരു കാര്യം ചെയ്യേ രാജേഷേ, നിങ്ങൾ അവനെ ശരിക്കൊന്ന് അന്വേഷിച്ച് നോക്ക്. അപ്ഡേറ്റ്സ് എനിക്ക് അപ്പം ഇൻഫോം ചെയ്യേ. എൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആണ് രാജേഷേ. ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ വരാൻ ഒരു ചാൻസും ഇല്ല. സോ അപ്പം റിപ്പോർട്ട്സ് എനിക്ക് ഇൻഫോം ചെയ്താൽ മതി. ഓക്കെ സാർ. രാജേഷ്, ആ ചെൽവയുടെ 3 കൂട്ടുകാരെയും ഞാൻ ചോദ്യം ചെയ്തു. പക്ഷേ അവൻ്റെ ഒരു ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല. അതാണ് സാർ ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. നമ്മുടെ ഈ രാജ്യത്ത് യാതൊരു വിധത്തിലുള്ള ഐഡന്റിറ്റിയിലായി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സാർ. അതിൽ ഭൂരിഭാഗം പേരും അനാഥരാണ്. അതാണ് നമ്മൾ പോലീസിനെ കൺഫ്യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ട്രാൻസ്ജെൻഡറെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എനിക്കൊരു വലിയ കാര്യം മനസ്സിലായി. സെൽവയും ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത അനാഥനാണ്. പക്ഷേ ഇത്രയും ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് പോലും അവൻ്റെ മേൽ ഒരു കേസ് പോലും ഇല്ല. അതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത്. പക്ഷേ യാതൊരു ഐഡിയയും ഇല്ലാതെ ഹൗസ് ഓണർ എങ്ങനെയായിരിക്കും ഇവർക്ക് വീട് കൊടുത്തത്? നെൽസൺ, ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്തവനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐഡി ക്രിയേറ്റ് ചെയ്യാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടല്ലോ ഉണ്ടോ? എന്താ എന്താ സാർ? ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്തവന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമല്ലേ? സാർ, അതൊരു ഡ്യൂപ്ലിക്കേറ്റ് ഐഡി ആണെങ്കിൽ പോലും അവരുടെ ഒറിജിനൽ ഫോട്ടോ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നെൽസൺ പറഞ്ഞോ. ആ ഷെൽവയുടെ സുഹൃത്തുക്കളില്ലേ? അതെ.
അവരുടെ കൂടെ ചിലപ്പോൾ ഉറപ്പായിട്ടും സ്റ്റേ ചെയ്തിരിക്കാം. ആ ഹൗസ് ഓണറുടെ അടുത്ത് ഒരുപക്ഷെ അവർ കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി ഉണ്ടാവില്ലേ? പെട്ടെന്ന് പോയി അവിടെ എൻക്വയറി ചെയ്ത് ആ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡിയും ഫോട്ടോയും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കളക്ട് ചെയ്യും. ഓക്കെ, ശരി, പോയി എൻക്വയറി ചെയ്യും. നെൽസൺ, ആ ഹൗസ് ഓണറുടെ അടുത്ത് നിന്ന് ഐഡിയോ മറ്റെന്തെങ്കിലും പ്രൂഫുകൾ കിട്ടിയായിരുന്നു? ആ ഹൗസ് ഓണർ ഒരു കുടിയനാ. അയാളുടെ അടുത്ത് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഷിറ്റ്. കുറ്റവാളി ആരാണെന്ന് നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. പക്ഷേ അവൻ എവിടെയാണുള്ളതെന്നോ എന്തിന് അവൻ്റെ രൂപം പോലും നമുക്കറിയില്ല. ഒന്ന്, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത എല്ലാ ആൾക്കാർക്കും അവനെ അറിയാം. അല്ലെങ്കിൽ അവനോടുള്ള പേടികൊണ്ടായിരിക്കും അവനെല്ലാവരും ഹൈഡ് ചെയ്യുന്നത്. അതും അല്ലെങ്കിൽ അവനൊരു ബുദ്ധിശാലിയായ കുറുക്കനാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുറ്റങ്ങളെയും തെളിവുകൾ കൃത്യമായി നശിപ്പിച്ച് വളരെ സമർത്ഥമായി കുറുക്കനെ പോലെ രക്ഷപ്പെടുന്ന ഒരു ക്രിമിനൽ. അവൻ നമ്മളെ വേട്ടയാടുകയാണോ അതോ നമ്മൾ അവനെ വേട്ടയാടുകയാണോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഉറപ്പായിട്ടും നമ്മളാണ് അവനെ വേട്ടയാടുന്നത്. ഡേ സെൽവ, എവിടെ നീ? എന്റെ പൊന്നെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ. ഇവിടെ തന്നെ ഉണ്ടെന്നേ. അച്ഛാ, ഞാൻ തെറ്റ് ചെയ്തു അച്ഛാ. ഞാൻ തെറ്റ് ചെയ്തു അച്ഛാ. മിസ്റ്റർ രാജേഷ്, ഈ കേസ് നിങ്ങളടുത്ത് തന്നിട്ട് 5 ദിവസമായി. എന്റെ സബോർഡിനേറ്റ്സ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ സംസാരിച്ച എല്ലാ ഓഫീസേഴ്സിനെ എതിർത്തുകൊണ്ട് നിങ്ങൾ ഈ ടീമിലേക്ക് ചേർത്തത്. ഹയർ ഓഫീസേഴ്സിന്റെ അടുത്ത് എനിക്ക് ഹൈ പ്രഷറുണ്ട്. ലെറ്റ് മീ നോ ദ ഡീറ്റെയിൽസ്. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇവിടെ വരുത്തിയത്. എനിക്കറിയാം സർ. സ്റ്റേറ്റ്മെന്റ് തരൂ സർ. നിങ്ങൾക്ക് വേണ്ടിയുള്ള റിപ്പോർട്ട്സ് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. യെസ് മിസ്റ്റർ രാജേഷ്, യു ക്യാൻ പ്രൊസീഡ്. സാർ, ഒരു സിനിമാ കഥ പോലെ ഡിഫറെന്റ് ലിസ്റ്റുകൾ നിറഞ്ഞ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് ഈ കേസ്. ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും പറയുന്നത് പോലെ തോക്കുകൾ കൊണ്ട് മാത്രം സംസാരിക്കുന്ന രാജേഷ് ഇന്ന് ബ്രെയിൻ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ് സർ. സർ, CCTV ഫുട്ടേജ് മാത്രമാണ് നമുക്കിരിക്കുന്ന ഒരേ ഒരു ക്ലൂ. തട്ടിക്കൊണ്ടുപോയ പയ്യൻ ആരാണ് എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. ആകെയുള്ള എവിഡൻസ് അവനൊരു പെണ്ണെ തട്ടിക്കൊണ്ടുപോയ കേസിലെ ഒരു അക്യൂസ്ഡ് ആണെന്നുള്ളത് മാത്രമാണ്. അവൻ്റെ അഡ്രസ് പോലും ഫേക്കാണ് സർ. പാലക്കാട് തമിഴ്നാട് ബോർഡറിലെ SI കേരളത്തിൽ നിന്ന്
ആ അക്യൂഷനെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ സാർ വിശ്വസിക്കുന്ന പോലെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടോ അവരവനെ പിടിച്ചിരിക്കുന്നു. അവനെ എൻ്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ക്ലൂ കിട്ടിയത്. അവനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഇതിന്റെ പിന്നിൽ ഒരു സെക്സ് റാക്കറ്റാണെന്ന് അറിഞ്ഞത്. ഓ, അപ്പൊ പെണ്ണുങ്ങളാരോ കിഡ്നാപ്പ് ചെയ്തത്? ഈ ഫോട്ടോയിൽ കാണുന്ന ഇവൻ തന്നെയാണ് സാർ. 92 തല്ല് കേസ്, 4 റേപ്പ് കേസ്, 3 കിഡ്നാപ്പ് കേസ്. ഓരോ കേസിനും ഓരോ ഐഡന്റിറ്റി ഉണ്ട് സാർ. ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് യാതൊന്നും തന്നെയില്ല. ഇപ്പോ നമ്മുടെ കസ്റ്റഡിയിലാണ് ഉള്ളത്. എംഎൽഎയുടെ മകളെ കടത്തിയതും ഇവനാണോ? അതെ സാർ. ബട്ട് MLA മകൾ ഇപ്പൊ അവൻ്റെ അടുത്തില്ല. അതെപ്പോഴാ നിങ്ങൾക്ക് മനസ്സിലായത്? അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് അമൽ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടേക്ക് പോയത്. സിൽവ, നീ എവിടെയാണ്? പറയേ. നീ പറഞ്ഞതുപോലെ ഞങ്ങൾ റെഡിയാക്കി. ആ പെണ്ണ് റെസ്യൂമും കൊണ്ട് നിന്നെ തിരക്കി വരും. കേക്കടാ, ജോലി തിരക്കുന്ന ഒരു പെണ്ണാണ്, നോക്കിക്കോ. കാശ് അവിടെ എത്താൻപ്. ഓക്കെടാ. ഓക്കെ. ഞാൻ വെച്ചു. എല്ലാവരും തലേന്ന് വിളിക്കുന്ന സെൽവ എന്നൊരു അൺനോൺ പേഴ്സൺ. ചേട്ടാ, 2 പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ. ആ പുതിയ പെണ്ണെ പ്രശ്നം ഉണ്ടാക്കുക. എന്താ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചൊന്നും വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. വലിച്ചടിച്ച് കൊണ്ടുപോടാ. പറയേട്ടാ. ഒന്നുമില്ല. ഓക്കെ, കാര്യം സോൾവ് ആയി ചേട്ടാ. മറ്റുള്ളവരുടെ ഫോൺ മെമ്മറിയിലോ അല്ലെങ്കിൽ ഒരു സെൽഫിയിൽ പോലും ഇടം പിടിക്കാത്ത ഒരാൾ. നോ ഐഡന്റിറ്റി, നോ ഹോം. ഫുൾ ടൈം സെൽവയുടെ കൂടെ ഇരുന്നാലും സെൽവയുടെ കണക്ഷൻ, ഡീറ്റെയിൽസ്, ഒരു ഇൻഫർമേഷനും അൻപിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കർണയുടെ അടുത്തോ സെൽവ ഷെയർ ചെയ്തിട്ടേ ഇല്ലെന്ന് അവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചെന്നൈയിലെ സെൽവയുടെ ഫ്രണ്ട്സ് മുഖേനയാണ് കോയമ്പത്തൂരിലേക്ക് പെണ്ണുങ്ങളെ കടത്തുന്ന ബിസിനസ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് കടത്തിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങളെ ചെന്നൈയിലേക്ക് കയറ്റിവിടുക മാത്രമാണ് അൻപിന്റെയും കർണയുടെയും ഒരേ ഒരു ദൗത്യം. ഓക്കെ രാജേഷ്, യു മേ കണ്ടിന്യൂ. ഓഫ് കോഴ്സ് സാർ. അവൻ തന്നെയാണ്. അവനൊരു റിയൽ സൈക്കോയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്തതിൽ നിന്ന് എക്സ്പെഷ്യലി ആ ട്രാൻസ്ജെൻഡറെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കിട്ടിയ വിവരമാണിത്. സെൽവ, അൻപ്, കർണ, ഇവർ 3 പേര് വരുന്ന സ്ഥലം ഞങ്ങളുടെ ടീം പോയെന്ന് സെർച്ച് ചെയ്തു. പക്ഷേ സെൽവയെക്കുറിച്ച് മാത്രം ഇപ്പോഴൊരു ക്ലൂ കിട്ടിയിട്ടില്ല. കാരണം അവൻ അത്രയും ഇന്റലിജന്റും അലർട്ടുമാണ്. സെൽവയെ പറ്റി കിട്ടിയ ലിങ്കുകൾ വെച്ച് ഞങ്ങൾ അവൻ തങ്ങിയിരുന്ന ചില സ്ഥലങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അവിടെ സെർച്ച് ചെയ്തപ്പോഴാണ് അവൻ പല കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളതായി മനസ്സിലായത്. അതിനെ കുറിച്ച് എവിഡൻസ് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ കൊല്ലപ്പെട്ട ആ ഡെഡ് ബോഡിയോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് ആരാണെന്നുള്ള കാര്യങ്ങളോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ആ കൊലപാതകം റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനല്ല, അവനെ കണ്ടുപിടിച്ച് അവൻ മുഖേന തന്നെ MLAയുടെ മകളെ ഭദ്രമായിട്ട് തിരിച്ചു കൊണ്ടുവരണം. അതല്ലേ ശരി സർ? ക്യൂരിയോസിറ്റി കൊടുക്കാതെ പെട്ടെന്ന് കാര്യത്തിൽ കിടക്ക് രാജേഷേ. സർ, ഹീസ് ആൻ ഇമ്പോർട്ടൻറ്റ് സർ.
ഞാൻ നപുംസകാണത്രേ, നപുംസകം. ഞാൻ നപുംസകാണ്. എന്താടാ? എനിക്ക് എത്ര നാണക്കേടായിന്നറിയോ? അത് നിനക്ക് വല്ലതറിയോ? ഞാനില്ലടാ. ഞാൻ നപുംസകാണ്. ഞാൻ എന്തെല്ലാം നിനക്ക് വേണ്ടി ചെയ്തു. ഞാനില്ലേടാ. കരയല്ലടാ. എന്നെ കൊണ്ട് ഒരു ഗുണമില്ലെന്ന് പറയുന്നേ. ഞാൻ നപുംസകാണ്. നീ പറയേ, നീ പറയേ, കരയല്ല നീ പറയേ. എനിക്കറിയാം. കരയില്ലേ? സെക്സ് റാക്കറ്റിൽ കടത്തപ്പെടുന്ന ചില പെൺകുട്ടികളെ ചില ആൾക്കാർ അവരെ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ സ്വയം നാണക്കേട് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ അവൻ അവരെ കൊന്നിട്ടുണ്ടാവും. സാർ, ആ MLA മകൾ ഇപ്പോഴും ജീവനോട് തന്നെ ഉണ്ടാകും. ഇതുവരെ കൊല ചെയ്യപ്പെട്ട പെണ്ണുങ്ങളുടെ ബോഡി 3-ാം നാൾ കിട്ടിയിരുന്നു. പക്ഷേ ആ MLA മകളുടെ ബോഡി ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല സാർ. അതുമാത്രമാണ് അവൾ മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരേ ഒരു തെളിവ്. സർ, ഇന്ന് 5-ാമത്തെ ദിവസമാണ്. ആ MLA മകൾ വലിയൊരു ഡ്രഗ് അഡിക്റ്റാണ്. അവനും അങ്ങനെ തന്നെയാണ്. അവളുടെ കൂടെ അവൻ സെക്സ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്താൽ അവൾ അന്ന് തന്നെ കൊല ചെയ്യപ്പെട്ടേനെ. രാജേഷ്, അത് ഉടൻ തന്നെ നിർത്തിയാകണം. ഓക്കെ സർ, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ട്. അവൻ്റെ കോയമ്പത്തൂരിലെ സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. കേരളത്തിലെ പാലക്കാട് സ്റ്റേഷനിലെ SI എൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹം മുഖേനയാണ് എനിക്ക് കോയമ്പത്തൂരിൽ ഒരു ഇൻഫോർമർ കിട്ടിയത്. ആ ഇൻഫോർമർ പറഞ്ഞതുപോലെയും നേരത്തെ തന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത അമൽ പറഞ്ഞ ഡീറ്റെയിൽസും കമ്പൈൻ ചെയ്ത് അൻപിനെയും കർണയും ട്രേസ് ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്തു. ഇവരെ രണ്ടുപേരും ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഈ കേസിലെ ഫസ്റ്റ് ലിങ്ക് ഞാൻ കിട്ടിയത്. സാർ, അവൻ എൻ്റെ അബ്സർവേഷനിലാണ് സാർ ഉള്ളത്. കോയമ്പത്തൂരിൽ പോത്തീസിൻ്റെ അടുത്ത് സായ് എന്നൊരു ലോഡ്ജുണ്ട്. ലോഡ്ജിൻ്റെ പുറകിൽ ഒരു ബാറുണ്ടാവും. ആ ബാറിൻ്റെ ഇടത്തെ ഭാഗത്ത് ആരും അത്രയ്ക്ക് നോട്ടീസ് ചെയ്യാതെ ഒരു ചെറിയ വഴിയുണ്ട് സാർ. ആ വഴി കൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട് സാർ. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളിലേക്ക് പോയാൽ ഒരു ചെറിയ റൂമുണ്ട് സാർ. ആ റൂമിലാണ് അവനുള്ളത് സാർ. അതെ സാർ. ആ ഓക്കെ 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 ഫൈൻ 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 സാർ. ഓക്കെ സാർ. ആ ഓക്കെ സാർ. രാജേഷ്, ഇപ്പൊ നമ്മൾ എങ്ങോട്ടായി പോകുന്നേ? ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള റൂട്ട് അല്ലല്ലോ. നെൽസൺ, ഇപ്പോൾ നമ്മൾ പൊള്ളാച്ചിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തോ? യെസ്. ആ പെണ്ണിനെ രക്ഷിക്കുന്നത് വരെ നമുക്ക് രാത്രിയുമില്ല പകലുമില്ല. മുന്നിലെ ലക്ഷ്യം മാത്രമാണുള്ളത്. പൊള്ളാച്ചിയിലെ ഒരു അനാഥാലയത്തിലാണ് ശെൽവ വളർന്നത്. ആ അനാഥാലയത്തിന്റെ കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ട്. നാളെ ഏർലി മോർണിംഗ് നമ്മളവിടെ റീച്ച് ആവണം. അജയ് സാറിനോട് പറഞ്ഞോ? വേണ്ട, ക്ലൂ കിട്ടട്ടെ, അതിനുശേഷം പറയാം. ഭക്ഷണം കൊള്ളാവോ? നീ കഴിച്ചായിരുന്നോ? അതെ, ഞാൻ കഴിച്ചു. സെൽവയെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ്
അവൻ്റെ കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത്. ഒരു അനാഥാലയത്തിലാണ് സെൽവ കുട്ടിക്കാലം മുതൽ വളർന്നത്. കുട്ടിയായിരുന്ന സമയത്ത് അവൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അപകടം കൊണ്ടാണ് അവൻ്റെ ജനനേന്ദ്രിയത്തിൽ ഒരു പരിക്കേറ്റതും അതിനുശേഷം സെൽവയ്ക്ക് ഏതൊരു പെണ്ണെ കിട്ടിയാലും അവളോടൊപ്പം സെക്സ് ചെയ്താൽ അത് പരാജയപ്പെടുന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. നിങ്ങൾ പറയുന്ന സെൽവയെ പറ്റി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവനൊരു പാവം കുട്ടിയാണ്. അവനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ഇവിടെ ഒരു കുറ്റം ചെയ്ത് പിന്നീട് ജുവനൈൽ ഹോമിലേക്ക് പോയ ശേഷം അവൻ്റെ ആ നിഷ്കളങ്കമായ ചിരി ഇപ്പം പോലും എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയുണ്ട്. സെൽവ, എന്താടാ, എന്തു പറ്റി നിനക്ക്? നീ എന്താ വല്ലാണ്ട്? പിന്നീട് ഒരു 5 വർഷം കഴിഞ്ഞ ശേഷം പോലീസ് അവനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് അവൻ ജുവനൈൽ ഹോമിൽ നിന്നും രക്ഷപ്പെട്ടു പോയെന്ന് ഞാൻ അറിയുന്നത്. ഇതാ സർ, ഇതവൻ്റെ ചെറുപ്രായത്തിലെ ഫോട്ടോയാണ്. ജുവനൈൽ ഹോമിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു പോയപ്പോൾ ഈ രൂപത്തിലായിരുന്നു അവൻ. ഈ ഫോട്ടോയും നോക്കൂ. രാജേഷ്, നിന്റെ വൈഫ് നിന്നെ വിട്ടു പോയതിനു ശേഷം നിന്റെ ഹ്യൂമാനിറ്റി, സെന്റിമെന്റ്സ്, അന്തസ് ഇതെല്ലാം തന്നെ നിന്റെ അടുത്തുനിന്ന് നഷ്ടപ്പെട്ടു. കറക്റ്റായിട്ട് കൗൺസിലിംഗ് കൂടി ഫോളോ ചെയ്യുന്നില്ല. അഞ്ജലി പ്ലീസ്, ഞാൻ നിന്റെ മുന്നിൽ ഒരു പഴയ പേഷ്യൻ്റായിട്ടല്ല വന്നിരിക്കുന്നത്, നിന്റെ പഴയ ഫ്രണ്ടായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ആ ഡോക്ടർ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു തരാൻ പറ്റുമോ? ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ പാതി വഴിക്ക് നിൽക്കുക. അതെനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അതിനു വേണ്ടി മാത്രമാണ് എന്നെ ഫോൺ വിളിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ലെറ്റ്സ് ട്രൈ. ഓക്കെ, താങ്ക്സ് അഞ്ജലി. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഹേയ് രാജേഷ്, ഒരു മിനിറ്റ്. ഞാൻ നിന്റെ വെറും ഡോക്ടർ മാത്രമല്ല, ഫ്രണ്ട് കൂടിയാണ്. നിന്റെ ജീവിതത്തിൽ ഇനി നിനക്കൊരു പെണ്ണിന്റെ സ്നേഹവും ശ്രദ്ധയും വളരെ അത്യാവശ്യമാണ്. പ്ലീസ് അഞ്ജലി, എൻ്റെ ലൈഫിൽ ഇനിയൊരു പെണ്ണ് സ്ഥാനമില്ല. ഞാൻ ഇറങ്ങുന്നു. I'll call you back. ഹലോ രാജേഷ്. ഹായ് ഡോക്ടർ. എൻ്റെ പ്രൊഫസറാണ് നിങ്ങൾ പറഞ്ഞ ആ സെൽവയ്ക്ക് ട്രീറ്റ്മെന്റ് നോക്കിയിരുന്നത്. ബട്ട് ബാഡ് ലാക്ക്, അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല. മാഡം, സെൽവ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയണം. അവൻ്റെ കൂടെ ലിങ്കിലുള്ള എനി പേഴ്സൺ, വർക്ക് ഓർ പ്ലേസ്, അങ്ങനെ എന്തെങ്കിലും? അയാളെ കാണുമ്പോഴൊക്കെ എനിക്ക് നോർമലായാ തോന്നിയത്. അയാളുടെ ജോലി എന്താ, ഏത് നാട്ടുകാരനാ, ഇതിനെപ്പറ്റിയൊന്നും നിങ്ങൾ പറയുന്നവരെ എനിക്കറിയില്ലായിരുന്നു. പ്രൊഫസറിനെ കാണാൻ വന്ന ആരോ, എനിക്ക് അത്രേ തോന്നിയിരുന്നുള്ളൂ. സാർ, അയാളൊന്നും എൻ്റെ അടുത്ത് ഒരുപാട് സംസാരിക്കാറില്ല. ആ കാര്യത്തിൽ അയാൾ ഒരു പരാജിതനായിരുന്നു. അപ്പോ ആ ആളൊരു ഇമ്പോർട്ടൻ്റ് ആണോ? ഓഫ് കോഴ്സ് സർ. അയാൾക്ക് സെക്സ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ അയാളുടെ സെക്സ് ഓർഗന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതാണ് പ്രശ്നത്തിന്റെ പ്രധാന കാരണം. ആഫ്റ്റർ ഹിസ് ടീനേജ് ലൈഫ് അയാളുടെ ദുഃഖവും ഫ്രസ്ട്രേഷനും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മാഡം, ഈ ഫോട്ടോയിലുള്ള ആളെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമോ? ഇവൻ തന്നെയാ. വെൻ ഐ സോ ഹിം, ഇവന്റെ തലയിൽ മുടി ഉണ്ടായിരുന്നില്ല സർ, മൊട്ടയായിട്ടായിരുന്നു. ഒരു ഡിഫറെന്റ് കേസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് പരിചയപ്പെടുത്തി തന്ന പേഷ്യന്റാണ് സെൽവ. ടു ബി ഫ്രാങ്ക്, അവനൊരു സൈക്കോ ആയിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ പ്രൊഫസർ പറയുന്നത് വരെയും ഹീസ് ആൻ ഇമ്പോർട്ടന്റ്.
അതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ ഇതെപ്പോഴും പ്രൊഫസറിനോട് ചോദിച്ചുകൊണ്ടിരുന്നിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ മെന്റലി വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ടീനേജ് പ്രായം കഴിഞ്ഞു വരുമ്പോ അവന് മറ്റുള്ള ഫ്രണ്ട്സുകളെ പോലെ അവന് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റിയിരുന്നില്ല. മനസ്സ് പറയുന്ന പോലെ ശരീരം നിൽക്കുന്നില്ലല്ലോ എന്ന് റിയലൈസ് ചെയ്യുമ്പോ ഒരു ആണിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് അയാൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് ഒന്നും കിട്ടിയിരുന്നില്ല സർ. അവരോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സെൽവയ്ക്ക് സെക്സ് ചെയ്യാൻ കഴിയില്ല. ആ ഇൻഫർമേഷൻ മുന്നോട്ടുള്ള ഇൻവെസ്റ്റിഗേഷന് ഒരുപാട് സഹായകമായി തീർന്നു. നിങ്ങളുടെ പെർമിഷൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് സർ. ഇവനെ പോലെയുള്ള ബോൺ ക്രിമിനൽസിനെയൊക്കെ മുട്ടിന് താഴെ വെടിവെച്ച് നിങ്ങളെപ്പോലെയുള്ള ഓഫീസേഴ്സിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് എനിക്ക് കഴിയില്ല സർ. നോ ആക്ഷൻ, ഓൺലി ഷൂട്ട് അറ്റ് സൈറ്റ്. പെർമിഷൻ തരാൻ കഴിയുമോ സർ? പെർമിഷൻ തരൂ സർ. നിങ്ങൾക്കതിനെ പറ്റുമോ? അവനെ ജീവനില്ലാതെ കൊണ്ടുവരും. MLA മകളെ ജീവനോടെയും കൊണ്ടുവരും. Okay, Mr. Rajesh, I'll grant you permission. Make sure that the girl is safe. Sure, sir. I assure you. ആണും പെണ്ണും കെട്ടവനെ, നിനക്ക് കുറച്ചെങ്കിലും നാണമില്ലടാ. എടാ ആണും പെണ്ണും കെട്ടവനെ, ഡേയ് ആണും പെണ്ണും കെട്ടവനെ, ഡേയ് ആണും പെണ്ണും കെട്ടവനെ. നിനക്ക് നാണം തോന്നുന്നില്ലടാ? ആണും പെണ്ണും കെട്ടവനെ, നിനക്ക് കുറച്ചെങ്കിലും നാണമില്ലടാ? എടാ ആണും പെണ്ണും കെട്ടവനെ, നിനക്ക് നാണം തോന്നുന്നില്ലടാ? ഹലോ, അവരിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി സാർ. പോത്തീസിൻ്റെ അടുത്താണ് ഉള്ളത് സാർ. ശരി. നിങ്ങളുടെ അടുത്ത് അവരുടെ ഫോട്ടോസ് ഇല്ല സാർ. സോ ഞാൻ എന്നാൽ പോട്ടെ സാർ. ശരി ശരി, ഞാൻ പോവാണ് സാർ. ടേക്ക് കെയർ. പകലിൽ ആരും ഉള്ളതായിട്ട് തോന്നുന്നില്ല. നൈറ്റിൽ ലൈറ്റ് കത്തും. എന്ത് സംഭവിക്കുന്നെന്ന് ഒന്നും അറിയില്ല. മാർക്കറ്റിന്റെ സൈഡിൽ എവിടെയാ പണിയെടുക്കുന്നെന്നാ ഞാൻ കേട്ടത്. 2-3 പേര് വന്നു പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫോണിലായിരിക്കും സംസാരിക്കുന്നേ. പിന്നെ അവരവിടെ നിന്ന് പോകും.
യെസ് സർ. അതെ, ഞങ്ങൾ സ്പോട്ടിൽ തന്നെയാ ഉള്ളത്. അതെ, സാറിന്റെ കോളിന് വേണ്ടിയാ വെയിറ്റ് ചെയ്തത് സർ. അതെ, ഞങ്ങളുടെ കയ്യിൽ വെപ്പൺസ് ഒക്കെ ഉണ്ട് സർ. ഞാൻ നപുംസകാണല്ലേ? ഞാൻ നപുംസകോ? ഞാൻ നപുംസകാണോടി? ഞാൻ നപുംസമാ? ഞാൻ നപുംസകാണോ? നപുംസകാണോടി ഞാൻ? നപുംസകാണോടി ഞാൻ? നപുംസകാണല്ലേ? എടേ സർ, എല്ലാം കഴിഞ്ഞു സർ. ഗുഡ് വർക്ക്, വെൽ ഡൺ.
யாருக்காக இது யாருக்காக இந்த மாளிகை யாருக்காக தாயாருன்னு தெரியாம பிறந்த எனக்கு தாயாக மாறிய இயற்கையை நான் செய்த பிழை என்ன? അമ്മ ആരെന്നറിയാതെ ജനിച്ച ഈ ലോകത്ത് എനിക്ക് അമ്മയായി മാറിയ എന്റെ പ്രകൃതിയെ ഞാൻ ചെയ്ത തെറ്റെന്താണ്?